കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ തിരുവചന പഠന പരിപാടിയിലേക്ക് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യട്ടെ. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നതിനായി ടെലിവിഷൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നതായി നിങ്ങളോടുകൂടെ ദൈവത്തിൻ്റെ കൃപ ഉണ്ടായിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ വചന പഠന പരിപാടിയെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ദൈവം നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. പഠിക്കുന്നതായ വചനത്തെ ഗ്രഹിപ്പാനും അതിന് പ്രകാരം ജീവിപ്പാനും ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് സംസാരിപ്പാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിൽ നിരവധി സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി സംഭവങ്ങൾ മനുഷ്യനെ വിശ്വസിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നതിലും വലിയ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അനേക മനുഷ്യരും പറയാറുണ്ട്, ഒരു വലിയ ലോക മഹായുദ്ധം ഇനി സംഭവിക്കാൻ പോകുന്നു എന്ന്. എവിടെയെങ്കിലുമൊക്കെ യുദ്ധത്തെക്കുറിച്ചുള്ളതായ ശ്രുതികളും ഒക്കെ കേൾക്കുമ്പോൾ മനുഷ്യൻ ഭയപ്പെടുകയാണ്. അവൻ ചിന്തിക്കുന്നത്, ഇനി ഒരു മൂന്നാം ലോക മഹായുദ്ധം ഇതാ വരുന്നു, മനുഷ്യനൊക്കെയും വലിയ കഷ്ടത്തിലും പ്രയാസത്തിലുമൊക്കെ ആകാൻ പോവുകയാണ് എന്ന് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുകയും ചെയ്യുന്നതായ മനുഷ്യരിന്ന് ലോകത്തിലുണ്ട്. ലോകത്തിൽ ഇനിയും എന്ത് സംഭവിക്കും? മൂന്നാം ലോകമഹായുദ്ധം സംഭവിക്കുമോ, അതേ വേറെന്തെങ്കിലും സംഭവിക്കുമോ എന്നൊന്നും പറയുവാൻ തക്കവണ്ണം ഉള്ളതായ ജ്ഞാനം, പ്രവചന വരം എനിക്കില്ല. എങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഒരു കാര്യം നിങ്ങളോട് പറയുക എന്നുള്ളതാണ് ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവാണ് ഇനിയും ലോകം കാണുവാൻ തക്കവണ്ണം പോകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സംഭവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സ്ത്രീയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അർദ്ധരാത്രിയിൽ അവർ ഇൻഷുറൻസ് കമ്പനിക്കാരനെ വിളിക്കുകയാണ്. നമുക്കറിയാം, പാശ്ചാത്യ രാജ്യങ്ങളിൽ, നമ്മുടെ രാജ്യത്തെ പോലെയല്ല, പാശ്ചാത്യ രാജ്യങ്ങളിൽ എല്ലാ കാര്യങ്ങൾക്കും മനുഷ്യർ ഇൻഷുറൻസ് കമ്പനികളെ ആശ്രയിച്ചാണ് കഴിയുന്നത്. അവരുടെ വീടിന് എന്തെങ്കിലും അപകടം പറ്റിയാൽ കൊണ്ട് ഇൻഷുറൻസിൽ നിന്നും തുക കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് വേറൊരു വീട് വയ്ക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ഒരു സ്ത്രീയെ അർദ്ധരാത്രിയിൽ ഇൻഷുറൻസ് ഏജൻറ്റിനെ വിളിച്ചിട്ട് അവരുടെ വീടിൻ്റെ ഇൻഷുറൻസ് പ്രീമിയം ഉയർത്തി കൊടുക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയുടെ ഏജൻറ്റ് അവരോട് പറഞ്ഞു, ഈ അർദ്ധരാത്രിയിൽ നിങ്ങളെന്തിനാണ് എന്നെ വിളിക്കുന്നത്? അർദ്ധരാത്രിയിൽ നിങ്ങളെന്നെ വിളിച്ച് പറയേണ്ട കാര്യം എന്താണ്? ഇൻഷുറൻസ് പ്രീമിയം നമുക്ക് നാളെ ഒരു ദിവസവും കൂട്ടാൻ സാധിക്കുമല്ലോ എന്ന്. അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, നാളെ കൂട്ടിയാൽ ഒക്കത്തില്ല, നാളെ കൂട്ടാൻ പറ്റില്ല. കാരണം എൻ്റെ വീട് ഇപ്പോൾ തീ പിടിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളത്തേക്ക് ഇൻഷുറൻസ് പ്രീമിയം കൂട്ടാൻ വേണ്ടി കാത്തിരുന്നാൽ എനിക്കത് സാധിക്കത്തില്ല എന്ന്. ഇതുപോലെ നമ്മൾ തയ്യാറാകേണ്ടതായ കാര്യങ്ങൾക്ക് തയ്യാറാകേണ്ടതായ ഒരു സമയമുണ്ട്. ആ സമയത്ത് തയ്യാറാകാതെ അർദ്ധരാത്രിയിൽ നിലവിളിച്ച് നമ്മൾ ഇങ്ങനെ എനിക്ക് കൂട്ടിത്തരണം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിലാകാതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നിരവധി തെളിവുകൾ, നിരവധി അടയാളങ്ങൾ തൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കും എന്നും നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. ശിഷ്യന്മാർ യേശുക്രിസ്തു തനിച്ച് ഇരിക്കുന്നതായ സ്ഥലത്തേക്ക് വന്ന് യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, അത് എപ്പോൾ സംഭവിക്കും? അത് എപ്പോൾ സംഭവിക്കും എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം യെരുശലേം ദേവാലയത്തിൻ്റെ നാശത്തെയാണ് അവരുദ്ദേശിക്കുന്നത്. യെരുശലേം ദേവാലയത്തിൻ്റെ നാശം എന്ന് പറയുന്നത് ലോക അവസാനത്തോടു കൂടിയാണ് സംഭവിക്കുന്നത് എന്നാണ് ശിഷ്യന്മാർ വിശ്വസിച്ചിരുന്നത്. കാരണം യഹൂദന്മാരുടെ അഭിമാന സ്തംഭമായിരുന്നു യെരുശലേം ദേവാലയം എന്ന് പറയുന്നത്. ലോകം അവസാനിക്കുമ്പോഴാണ് യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നത് എന്നവർ ചിന്തിച്ചത് കൊണ്ടാണ് യെരുശലേം ദേവാലയം എപ്പോഴാണ് നശിപ്പിക്കപ്പെടുന്നത്, നിൻ്റെ വരവിനും ലോകാവസാനത്തിനുമുള്ളതായ അടയാളങ്ങൾ എന്ത് എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചത്. നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ശിഷ്യന്മാർ
കർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട് ലോകാവസാനത്തിൻ്റെ സമയം പറഞ്ഞതാ എന്നല്ല പറഞ്ഞത്. ലോകാവസാനം ഏത് ഡേറ്റിൽ, ഏത് മാസത്തിൽ, മാർച്ച് മാസം 12-ാം തീയതി 10 മണിക്ക് നടക്കുമോ എന്നല്ല അവർ ചോദിച്ചത്. അതിനുള്ളതായ അടയാളങ്ങൾ പറഞ്ഞതാ. ഞങ്ങൾ ആ അടയാളങ്ങൾ കണ്ട് ഞങ്ങളെ തന്നെ ഒരുക്കട്ടെ എന്നാണ് ശിഷ്യന്മാർ പറഞ്ഞത്. എത്രയോ നല്ല കാര്യം. നമ്മളൊക്കെയും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നറിയുന്നതിന് വേണ്ടി കൈനോട്ടക്കാരൻ്റെയും മുഖം നോക്കുന്നവൻ്റെയും ഒക്കെ അടുത്ത് പോകുന്നതായ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലും അഭ്യസ്തവിദ്യരായ മലയാളികളുടെ നാട്ടിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ശോചനീയമായ, ദയനീയമായ, ദുഃഖകരമായ ഒരു സത്യമാണ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്നിട്ട് അടയാളങ്ങൾ പറഞ്ഞതാ. ഞങ്ങൾ അതിനനുസരണം ജീവിച്ച് ഞങ്ങളെ തന്നെ ക്രമീകരിക്കട്ടെ എന്നാണ് ശിഷ്യന്മാർ ആവശ്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ചുള്ളതായ നിരവധി അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 10 അടയാളങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ അടയാളത്തെക്കുറിച്ച് പറയുന്നത് നാം ലൂക്കോസിൻ്റെ സുവിശേഷം 21-25 മുതൽ 28 വരെയുള്ളതായ ഭാഗത്ത് നാം വായിക്കുന്നു. വലിയ ദീർഘമായ ഒരു ഭാഗമായതുകൊണ്ട് അതിലെ ചില വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. ഇവിടെ പറയുന്നത് മനുഷ്യർ ഏറ്റവും വലിയ ഭയത്തിലും വലിയ ഭീതിയിലും വലിയ വ്യഥയിലും ആയിത്തീരും എന്നാണ് ഈ വേദഭാഗം പറയുന്നത്. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും എന്ന് പറയുന്നു. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ ലോകത്തിന് എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്ന് പേടിച്ച് മനുഷ്യൻ പേടിച്ച് ജീവിക്കുകയാണ്. എന്ന് പേടിച്ച് നോക്കി പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവീൻ എന്ന് ദൈവത്തിൻ്റെ വചനം യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ഉത്ബോധിപ്പിക്കുകയാണ്. ഈ വിധത്തിൽ ലോകത്തിന് എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്ന് പേടിച്ച് ലോകം മുഴുവനും ഇന്ന് പകൽക്കാലം മനുഷ്യൻ ഭയന്ന് ജീവിക്കുകയാണ്. മനുഷ്യന് എന്ത് സംഭവിക്കാൻ പോകും? പണത്തിൻ്റെ മൂല്യം ഇടിയുമോ? യുദ്ധം നടക്കുമോ? ലോകത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഭയം. ഇത്രമാത്രം ഭയത്തിൽ മനുഷ്യകുലം, മനുഷ്യജാതി ഇത്രമാത്രം ഭയത്തിൽ ജീവിച്ചിട്ടുള്ളതായ ഒരു കാലഘട്ടം ഇതിനു മുൻപ് ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ജീവിച്ചിരിക്കുന്ന വിവരമുള്ള ബുദ്ധിയുള്ള സകല മനുഷ്യർക്കും മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്ന ഒന്നാണ്. ഒന്നാമത്തെ അടയാളമാണ് ഭയം, ഭീതി, വ്യഥ. രണ്ടാമത്തെ അടയാളം നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 21-11 വാക്യത്തിൽ വായിക്കുന്നു. വലിയ ഭൂകമ്പം, ക്ഷാമം, മഹാവ്യാധികൾ. ഭൂകമ്പം എന്ന് പറഞ്ഞത് നടക്കുന്നുണ്ടോ എന്ന് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക. ലോകത്തിൽ എത്രയോ ഭൂകമ്പങ്ങളാണ് നടക്കുന്നത്. ഒരു ദിവസം 50 ഭൂകമ്പങ്ങൾ നടക്കുന്നതായ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എത്രയോ ക്ഷാമം. 80% ആൾക്കാർ ഈ ലോകത്തിൽ പട്ടിണി കിടക്കുന്നതായ ഒരവസ്ഥയാണ് ഇന്നുള്ളത്. പട്ടിണി കിടക്കുകയാണ്. മനുഷ്യന് അടുത്ത ഭക്ഷണം എവിടെ നിന്ന് ലഭിക്കും എന്നറിയുവാൻ സാധിക്കാത്ത വിധം അത്രമാത്രം കഷ്ടപ്പെട്ട് വസ്ത്രം ധരിക്കാൻ സാധിക്കാതെ, ഭവനങ്ങളിൽ കഴിയാൻ സാധിക്കാതെ, തെരുവീഥികളിൽ കിടന്നുറങ്ങുന്നതായ മനുഷ്യൻ, പട്ടിണി കൊണ്ട് കിടന്നുറങ്ങുന്നതായ മനുഷ്യരെയാണ് നാം ഇന്ന് ലോകത്തിൽ കാണുന്നത്. മഹാവ്യാധികളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം എയ്ഡ്സ്, നമുക്കറിയാം സാഴ്സ്, പക്ഷിപ്പനി, പന്നിപ്പനി, തക്കാളിപ്പനി, അങ്ങനെ രോഗങ്ങൾ, മനുഷ്യനെ ഭയപ്പെടുത്തുന്നതായ രോഗങ്ങൾ, നമ്മുടെ പിതാക്കന്മാർ കേട്ടിട്ടില്ലാത്തതായ രോഗങ്ങളാണ് ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നത്. ഇത് മനുഷ്യവർഗത്തെ പൂർണ്ണമായും ഭൂമിയിൽ നിന്ന് തുടച്ചു കളയുമോ എന്ന് പേടിച്ച് മനുഷ്യർ ജീവിക്കുകയാണ്. ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഇവിടെ ഉണ്ടാകും. ഭയങ്കര കാഴ്ചകളും ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും ഉണ്ടാകും. ലൂക്കോസിൻ്റെ സുവിശേഷം 21-31 വാക്യം ഞാൻ വായിക്കട്ടെ. ഔവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പീൻ. ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ, ഈ രോഗങ്ങൾ കാണുമ്പോൾ, ഈ ദുരിതങ്ങൾ കാണുമ്പോൾ, ഈ വ്യാധികൾ കാണുമ്പോൾ, ഈ ക്ഷാമങ്ങൾ കാണുമ്പോൾ, ഈ ഭൂകമ്പങ്ങൾ കാണുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവ് അതിവേഗം സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ എന്നാണ് ദൈവത്തിൻ്റെ വചനം യേശുക്രിസ്തു നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. മൂന്നാമത്തെ അടയാളം
സമ്പത്ത് കുന്നുകൂട്ടുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു 80% ആൾക്കാർ ലോകത്തിൽ പട്ടിണി കിടക്കുക. എന്നാൽ 20% ആൾക്കാർ അതീവ സമ്പന്നരാണ്. സമ്പന്നരായിട്ടുള്ളതായ ആൾക്കാർ സമ്പന്നതയിൽ നിന്നും സമ്പന്നതയിലേക്ക് ദിനംതോറും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിലുള്ളതായ പണം എന്ത് ചെയ്യണം എന്നവർക്കറിയാൻ വയ്യാതെ അവർ ബുദ്ധിമുട്ടുകയാണ്. അവരെ കളയുന്നതായ ഭക്ഷണ സാധനം ഉണ്ടെങ്കിൽ ലോകത്തിൽ പട്ടിണി കിടക്കുന്നതായ സകല മനുഷ്യർക്കും ഭക്ഷണം കൊടുത്ത് നിറയ്ക്കുവാൻ തക്കവണ്ണം സാധിക്കും. സഹോദരങ്ങളെ, ഞാൻ വായിക്കട്ടെ. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു, ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും, അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. എന്നിട്ട് അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്, അന്ത്യകാലത്ത്, നിങ്ങൾ ശ്രദ്ധിക്കണം, അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു, പണം കുന്നുകൂട്ടിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ച്, നിങ്ങളുടെ അയൽവക്കത്ത് ജീവിക്കുന്നതായ മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നാം ഇന്ന് റേഡിയോയിലും ടെലിവിഷനിലും ഒക്കെയും നമ്മൾ കേൾക്കുന്നുണ്ട് മനുഷ്യൻ്റെ ആർഭാടപൂർണമായ ജീവിതത്തെക്കുറിച്ച്. ചില മനുഷ്യർ ഭൂമിയിൽ വെച്ച് വിവാഹം കഴിക്കുന്നത് അവർക്ക് നാണക്കേടാണ്, മോശമാണ്, അവരുടെ സമ്പന്നതയ്ക്ക് യോജിക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിമാനത്തിൽ വിവാഹം കഴിക്കുന്നതായ മനുഷ്യരുണ്ട്. വിമാനത്തിൽ വിവാഹം, ഭൂമിയിൽ വെച്ച് വിവാഹം കഴിക്കുന്നതായ മനുഷ്യരുടെ മുകളിലേക്ക് ആകാശത്തിൽ കൂടെ ഹെലികോപ്റ്റർ പറപ്പിച്ച് പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നതായ കാര്യവും നാം ടെലിവിഷനിൽ കാണാറുണ്ട്. സമുദ്രത്തിൽ വെച്ച് വിവാഹം കഴിക്കുന്നവരുണ്ട്. സമ്പന്നരായ മനുഷ്യർ അവരുടെ സമ്പന്നത കൊണ്ട് ഭ്രാന്ത് പിടിച്ച് ജീവിക്കുന്നതായ ഒരവസ്ഥ, ആർഭാടപൂർണമായി ജീവിക്കുന്നതായ ഒരവസ്ഥ. എന്നാൽ അതേ സമയത്ത് ഞാൻ വരട്ടെ അടുത്ത അടയാളത്തിലേക്ക്, ആഭ്യന്തര കലഹങ്ങൾ ലോകത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആഭ്യന്തര കലഹങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? ഒരു ഭാഗത്ത് ആർഭാടപൂർണമായി ജനം ജീവിക്കുമ്പോൾ മറുഭാഗത്ത് ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ, ശമ്പളം കിട്ടാതെ, ചെയ്യുന്ന ജോലിക്ക് തുല്യമായ വേതനം കിട്ടാതെ മനുഷ്യർ നിരാശയിലും സമരത്തിലും പ്രശ്നത്തിലും ബഹുജന മാർച്ച് നടത്തി എല്ലാ റോഡ് തടഞ്ഞ്, നമുക്കറിയാമെന്ന് കേരളത്തിൽ നടക്കുന്ന കാര്യം, ഒരു വലിയ സമൂഹം റോഡ് തടയുകയാണ്, വേറൊരു സമൂഹം റോഡ് തടയലിനെ മാറ്റാൻ ശ്രമിക്കുകയാണ്. അടിപിടി, ഗുസ്തി ലോകത്തിൽ നിരവധി സ്ഥലത്ത്, കേരളത്തിൽ നിരവധി സ്ഥലത്ത് നമുക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 5-ന്റെ 4-ഉം 8-ഉം ഞാൻ വായിക്കട്ടെ. നിങ്ങളുടെ നിലങ്ങളെ കൊയ്തു വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു വെച്ചുവല്ലോ. വേലക്കാർക്ക് ശമ്പളം കൊടുക്കാതിരിക്കുന്നതായ അവസ്ഥ, അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. ജോലി ചെയ്യിക്കുക, ശമ്പളം കൊടുക്കുന്നില്ല. ജോലി ചെയ്യിക്കുക, ആവശ്യത്തിന് ശമ്പളം കൊടുക്കുന്നില്ല. ഇതൊക്കെയും സ്വർഗത്തിലിരുന്ന് കാണുന്നതായ ഒരു ദൈവമുണ്ട് എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5-ാമത്തെ അടയാളത്തിലേക്ക് ഞാൻ പോകട്ടെ. സാൻമാർഗിക അധപ്പതനം. ഇത്രമാത്രം സാൻമാർഗിക അധപ്പതനം സംഭവിച്ചിട്ടുള്ളതായ ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ എന്നെങ്കിലും ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. 2 തിമോത്തിയോസ് 3:1 മുതലുള്ളതായ ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് യൗവനക്കാരനായ തിമോത്തിയോസിനോട് പറയുന്നത് ശ്രദ്ധിക്കുക. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. ദുർഘട സമയങ്ങൾ, ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പെരിലസ് ടൈംസ്, ഡേഞ്ചറസ് ടൈംസ് എന്നാണ്. ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വൻപ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധന്മാരും വാത്സല്യം ഇല്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണ ദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരും ആയിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ട് ഒഴിയുക എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. അന്ത്യകാലത്ത് സംഭവിക്കുന്നതായ ലക്ഷണങ്ങളിലൊന്നാത്. 2 തിമോത്തിയോസ് 3:13 പൗലോസ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. അന്ത്യകാലത്ത് സംഭവിക്കുന്നതായ അനേക കാര്യങ്ങൾ നമുക്ക് ടെലിവിഷൻ്റെ മുമ്പിൽ
കുടുംബമായിട്ടിരുന്നൊരു പരിപാടി കാണുവാൻ തക്കവണ്ണം സാധിക്കാത്ത വിധത്തിൽ അസന്മാർഗികത വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പരസ്യത്തിലായാലും ഒരു ടെലിവിഷൻ ചാനലിലെ പരിപാടിയിലായാലും നഗ്നതയോ അർത്ഥനഗ്നതയോ കാണാതെ നമുക്ക് ഒരു പരിപാടി കണ്ടു തീർക്കുവാൻ തക്കവണ്ണം സാധിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സാൻമാർഗിക അധപ്പതനം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സംഗതിയാണ്. ആറാമത്തെ അടയാളത്തിലേക്ക് ഞാൻ വരട്ടെ. പ്രേതാത്മവാദം. ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വായിക്കാം. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. മരിച്ചു പോയവരോട് സംസാരിക്കുക, മരിച്ചു പോയവർ വന്ന് സംസാരിക്കുന്നു, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വ്യക്തി സംസാരിക്കുന്നത് കേട്ടു. 15 വർഷം മുൻപ് മരിച്ചു പോയതായി എൻ്റെ ഭാര്യയോട് ഞാൻ ലണ്ടനിൽ വെച്ച് സംസാരിച്ചെന്ന്. ഭാര്യയോടാണ് സംസാരിച്ചത് എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം ലണ്ടനിലുള്ളതായ ആർക്കും എന്നോട് മലയാളത്തിൽ സംസാരിക്കാനോ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാനോ സാധിക്കത്തില്ലല്ലോ എന്നാണ് ആ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞത്. മനുഷ്യനെ പിശാച് തെറ്റിച്ച് കളയുന്നതിന് വേണ്ടി വലിയ അതിശയങ്ങൾ അന്ത്യകാലത്ത് ചെയ്യും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത അടയാളത്തിലേക്ക് ഞാൻ വരട്ടെ. ഈ സംഭവങ്ങളൊക്കെയും ലോകത്തിൽ സംഭവിക്കുമ്പോൾ ആഗോളമായ ഒരു മതപരമായ ഉണർവ് ലോകത്തിൽ സകലരുടെയും ഇടയിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ആഗോളമായ ഒരു ഉണർവ്, അതായത് സകല ജാതിയും സകല മതവും അവരുടെ മതത്തെക്കുറിച്ച് തീഷ്ണത കാണിക്കുന്നതായ ഒരു അവസ്ഥ. യോവേലിൻ്റെ പ്രവചനം 3:12 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ. ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടുന്നതിന് ഇരിക്കും എന്ന് വായിക്കുന്നു. എല്ലാ മതത്തിൽപ്പെട്ടവരും ഇന്ന് ഉണർന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. അവർ കൺവെൻഷനുകൾ നടത്തുന്നു. അവരുടെ മതത്തിൽ നിന്നും വേറൊരു മതത്തിലേക്ക് ആരും പോകാതിരിക്കുന്നതിന് വേണ്ടി അവർ കോട്ടകൾ കെട്ടുന്നു. അവരുടെ മതത്തിലുള്ളവരെ അവർ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നു. ജാതികളെല്ലാം ഉണർന്നിരിക്കുകയാണ്, മതങ്ങളെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ഈ കാര്യങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ജനം തൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതിന് വേണ്ടി എത്രയോ നേരത്തെ തന്നെ പറഞ്ഞ് നമ്മെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നതായ കാര്യങ്ങളാണ് ഇതൊക്കെയും എന്ന് നാം മനസ്സിലാക്കണം. ഇനിയും അടുത്ത അടയാളം എന്ന് പറയുന്നത് ലോകത്തിൽ നടക്കുന്നതായ യുദ്ധങ്ങളാണ്. ലോകത്തിൽ ഒരു ഭാഗത്ത് സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്ര സംഘടന പോലെയുള്ളതായ സംഘടനകൾ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പരിശ്രമിച്ചിട്ടും സാധിക്കാത്ത വിധം, എത്ര പരിശ്രമിച്ചിട്ടും മനുഷ്യനാൽ നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധം, അസാധ്യമായ വിധത്തിൽ യുദ്ധ പ്രശ്നങ്ങളും കോലാഹലങ്ങളും അടിപിടികളും രാഷ്ട്രങ്ങൾ തമ്മിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. 300ഓളം യുദ്ധങ്ങൾ ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ലോകത്തിൽ നടക്കുന്നുണ്ട്. സകല രാഷ്ട്രങ്ങളും സകല സർക്കാരുകളും സമാധാനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അവരൊക്കെയും സമാധാന കാംക്ഷികളാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ ലോകത്തിൽ നടക്കുന്നതെല്ലാം യുദ്ധം മാത്രമാണ്. യഥാർത്ഥ സമാധാനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ ഈ ലോകത്തിലേക്ക് പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ വരവോടുകൂടെ മാത്രമേ ഈ ലോകത്തിൻ്റെ രോഗത്തിന് അവസാനം ഉണ്ടാകുകയുള്ളൂ. രോഗം പിടിച്ചതായ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കരുത് പശുക്കൾക്കും മനുഷ്യർക്കും മാത്രമേ രോഗമുണ്ടാകുകയുള്ളൂ എന്ന്. ഈ ഭൂമിക്ക് തന്നെ രോഗം പിടിച്ചിരിക്കുകയാണ്. ഈ രോഗാവസ്ഥയിൽ നിന്നും ഈ ഭൂമിയെ രക്ഷിക്കുവാൻ തക്കവണ്ണം, ഈ ഭൂമിയെ വിടുവിപ്പാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അന്ത്യനാളിൽ സംഭവിക്കുന്നതായ വേറൊരു അടയാളം എന്ന് പറയുന്നത് ജ്ഞാനം വർദ്ധിക്കുക എന്നുള്ളതാണ്. ദാനിയേൽ പ്രവചനം 12:4 ഞാൻ വായിക്കുന്നു. നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും എന്ന് വായിക്കുന്നു. ജ്ഞാനം വർദ്ധിക്കും. ദാനിയേലിനോട് ഇവിടെ പറയുന്നത് ദാനിയേൽ പ്രവചനത്തെക്കുറിച്ച് മനുഷ്യർ അന്ത്യകാലത്ത് പഠിച്ച് അതിനെക്കുറിച്ചുള്ളതായ ജ്ഞാനം വർദ്ധിക്കും എന്നാണ്. എന്നാൽ ലോകത്തിൽ തിരുവചനത്തെക്കുറിച്ചുള്ള ജ്ഞാനം മാത്രമല്ല വർദ്ധിക്കുന്നത്, ദാനിയേൽ പ്രവചനത്തെക്കുറിച്ചുള്ളതായ ജ്ഞാനം മാത്രമല്ല വർദ്ധിക്കുന്നത്, ശാസ്ത്രീയമായിട്ടുള്ളതായ കാര്യങ്ങളിലും ജ്ഞാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും ഈ ഭൂഗോളത്തിൻ്റെ അങ്ങേ തലക്കിരിക്കുന്നതായ ഒരു വ്യക്തിയോട് ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് നമ്മുടെ വിരൽ തുമ്പിൽ നിന്നും
ഒന്ന് 4 അക്കങ്ങൾ കുത്തിക്കഴിഞ്ഞാൽ അങ്ങേ വശത്തിരിക്കുന്നതായ വ്യക്തിയോട് സംസാരിക്കുവാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും കാര്യങ്ങൾ അയച്ചു കൊടുക്കുവാനും എല്ലാം സാധിക്കും. ലോകം എന്ന് പറയുന്നത് ഇന്ന് മനുഷ്യൻ്റെ 5 വിരൽത്തുമ്പിൽ ചുരുങ്ങിയിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ലോകത്തിൽ നടക്കുന്നതായ ശാസ്ത്രീയമായ സാങ്കേതികമായ വളർച്ചകളെക്കുറിച്ച് നിങ്ങൾ തന്നെ ചിന്തിക്കുക. കമ്പ്യൂട്ടർ യുഗത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. വാർത്താവിനിമയ യുഗത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ലോകം എന്ന് പറയുന്നത് എത്രയോ ചുരുങ്ങി നമ്മുടെ അടുക്കൽ എത്തിയിരിക്കുകയാണ്. അവസാനത്തെ അടയാളം എന്ന് പറയുന്നത്, 10ാമത്തെ അടയാളം എന്ന് പറയുന്നത് എല്ലാവർക്കും സുവിശേഷം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ലോകത്തിൽ ഈ പ്രശ്നങ്ങളും അടിപിടികളും ഗുസ്തികളും സമരങ്ങളും തടസ്സങ്ങളും റോഡ് തടയലിനെ മാറ്റലും ഒക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനിടയിൽ കൂടെ സംഭവിക്കുന്ന വേറൊരു കാര്യമുണ്ട്. സകല ജാതിയോടും സുവിശേഷം പ്രസംഗിക്കപ്പെടുക എന്നുള്ളത്. ചില രാജ്യങ്ങൾ സുവിശേഷ ഘോഷണത്തെ മതിൽ കെട്ടി തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുവിശേഷ പ്രവർത്തകർക്ക് അവരുടെ രാജ്യങ്ങളിലേക്ക് പോയി ദൈവത്തിൻ്റെ വചനം തുറന്ന് അവിടെ ഒരു ബൈബിൾ ക്ലാസ് നടത്തുന്നതിനോ ഒരു കൺവെൻഷനോ പ്രസംഗമോ നടത്തുന്നതിന് സാധിക്കത്തില്ല എങ്കിലും ടെലിവിഷൻ മുഖാന്തരവും റേഡിയോ മുഖാന്തരവും ഇങ്ങനെയുള്ളതായ രാജ്യങ്ങളിലൊക്കെയും സുവിശേഷം കടന്നു ചെന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നാം മറക്കരുത്. ലൂക്കോസിൻ്റെ സുവിശേഷം 21:27 വാക്യത്തിൽ പറയുന്നത്, അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും എന്നാണ്. മേഘത്തിൽ വരുന്നത് അവർ കാണും എന്നാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു കള്ളനെ പോലെ വന്ന് തൻ്റെ വിശുദ്ധന്മാരെ ഇവിടെ നിന്നും ആരും അറിയാതെ മധ്യാകാശത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പഠിപ്പിക്കുന്നതായ ഒരു പഠിപ്പീരുണ്ട്. അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നു എന്നുള്ളത് മാത്രം പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ തർക്ക വിഷയമായതിനാൽ ആ തർക്കത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് തൻ്റെ വിശുദ്ധന്മാരെ മനുഷ്യരറിയാതെ മറ്റാരും അറിയാതെ ഇവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകും എന്ന് പറയുന്നില്ല. ഈ ഉപദേശം വളരെ മൗഢ്യവും വേദവിപരീതവുമാണ്. അങ്ങനെ ഒരു ഉപദേശം ദൈവത്തിൻ്റെ വചനത്തിലില്ല. കർത്താവായ യേശു ക്രിസ്തു വരുന്നതായ സമയം മനുഷ്യൻ അറിയത്തില്ല എന്ന് മാത്രമേ ദൈവത്തിൻ്റെ വചനം പറയുന്നുള്ളൂ. കർത്താവ് വരുന്നത് ആരും കാണത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നില്ല. ഞാൻ ഇവിടെ വായിച്ചതായ വാക്യം ഒന്നുകൂടെ വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 21:27. നിങ്ങൾ തന്നെ വേദപുസ്തകം തുറന്ന് നോക്കിക്കോ, ഞാൻ പറയുന്നത് ശരിയാണോ, ഇതവിടെ ഉണ്ടോ എന്ന്. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും എന്നാണ് പറയുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇത് മനുഷ്യർ കാണാതിരിക്കുമോ? എല്ലാ മനുഷ്യരും ഇത് കാണും, എല്ലാ മനുഷ്യരും അത് കേൾക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കാം. കർത്താവായ യേശുവേ, സ്വർഗീയ പിതാവേ, ഇന്ന് പൽക്കാലം വചനം കേട്ടതായി നിൻ്റെ ജനത്തെ നീ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വരവ് അതിവേഗത്തിൽ സംഭവിക്കും എന്ന് അനേക തെളിവുകളിൽ കൂടെ അടയാളങ്ങളിൽ കൂടെ നീ അടിയങ്ങളോട് സംസാരിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി അടിയങ്ങളെ തന്നെ ഒരുക്കി കാത്തിരിപ്പാൻ ദൈവം തമ്പുരാൻ ഞങ്ങളെ സഹായിക്കണം. വചനം കേട്ട ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതായ ഈ ദൂതുകളെക്കുറിച്ച് നിങ്ങൾക്ക് ഉള്ളതായ സംശയങ്ങൾ, നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദയവായി ഞങ്ങളെ അറിയിക്കുക. ഈ പ്രസംഗത്തിന് ശേഷം, ഈ വചന പഠനത്തിന് ശേഷം സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നതായ ടെലിഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, അതിലൊക്കെയും നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.